കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളൊരു ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹെയർ കെയർ സീരീസ് പോലെ ഒരു 7 days ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതുപോലെ തന്നെ ഇപ്പോൾ കർക്കിടക മാസമാണ്, അതുപോലെ തന്നെ മഴക്കാലമാണ്, മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുന്ന സമയമാണ്. അപ്പം നമ്മുടെ കർക്കിടക കഞ്ഞിയൊക്കെ വെച്ച് നമ്മൾ കഴിക്കാറില്ലേ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നല്ല, ഒരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്കൊരു 7 days നമുക്ക് ഈ സീരീസ് കാണും. നമുക്ക് ഫസ്റ്റ് ഡേ ആണ് അതിൻ്റെ. കർക്കിടക മാസം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുറച്ച് ഔഷധങ്ങളും ഔഷധക്കൂട്ടുകളും അതുപോലെ രാമായണ പാരായണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കേശ സംരക്ഷണം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ഹെയറിനും കൊടുക്കുന്നുണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ സീരീസ് ആയിട്ട് തന്നെ ഇടാന്ന് വിചാരിച്ചത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോരോ ഹെയർ പാക്കാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ആണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ സീരീസിന്റെ Day 1 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ അത്യാവശ്യം ഇരുണ്ടും മൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ കയ്യൊന്നി പറിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇഷ്ടംപോലെ കാടും അതുപോലെ നിൽപ്പുണ്ട്. മഴയായതുകൊണ്ട് തന്നെ നന്നായിട്ട് കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കയ്യോന്നിയൊക്കെ നോക്കി പറിക്കുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് കുറച്ച് കയ്യോന്നി കിട്ടിയുള്ളൂ. പിന്നെ എല്ലായിടത്തു നിന്നും കൂടി ഞാൻ കുറച്ച് അധികം കയ്യോന്നി എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മഴയായി കഴിഞ്ഞാൽ ചീവീടുകളെയും കൊണ്ട് ഒരു തരത്തിലും പറ്റത്തില്ല. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴും അതേ സൗണ്ടാണ്. അപ്പോൾ മാക്സിമം അതൊന്ന് കരച്ചിൽ നിർത്തുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് ക്ഷമിച്ചേക്കുക. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കയ്യോന്നി അവിടെ ഇവിടെയൊക്കെ തുരുതുരാന്ന് കിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ വേരില്ലാതാണ് ഒടിച്ചെടുക്കുന്നത്, വേരോടെ പറിച്ചെടുക്കുന്നില്ല കേട്ടോ. കൂടുതലും തൈയായിരുന്നു കേട്ടോ കയ്യോന്നി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് ഒടിച്ചെടുത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിക്കളിച്ച് അത് നിറയെ ആയിക്കോളും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊരു ഹെയർ പാക്കിനും മെയിനായിട്ട് വേണ്ടത് നമുക്ക് കയ്യോന്നി തന്നെയാണ്. നമ്മുടെ ഹെയറിന് ആവശ്യമായ എല്ലാം നമ്മുടെ കയ്യോന്നിയിലുണ്ട്. അതാണ് കയ്യോന്നിക്ക് ഇത്ര എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കയ്യോന്നി ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മുടെ തലയിലേക്ക് തേക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ അലോവേര എന്ന് പറയുന്നത്. അലോവേരയും ഭൃംഗരാജും മെയിനായിട്ട് നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ ഇത് ഓപ്ഷണലാണ് കേട്ടോ. വേണ്ടവർക്ക് കറ്റാർവാഴ എടുക്കാം, വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് കറ്റാർവാഴ ഒരുപാട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കറ്റാർവാഴ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പം ഇതും കറ്റാർവാഴയും കൂടെ ഒരുമിച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് കറ്റാർവാഴ എടുക്കാം. കറ്റാർവാഴ എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെ ആ മഞ്ഞ കളറ് ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് പോകുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ഒടിച്ച് എടുത്തതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി വെച്ചാൽ മതിയാവും. ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. അതുവരെ അതൊന്ന് അവിടെ ഇരുന്ന് ആ ഫ്ലൂയിഡ് ഒക്കെ ഒന്ന് മാറട്ടെ. അതല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒലമ്പി കഴുകിയേ പറ്റത്തുള്ളൂ, കാരണം നന്നായിട്ട് മണ്ണ് കുപ്പിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ മണ്ണുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ കഴുകണം. ആദ്യത്തെ ഒരു വെള്ളം കഴുകിയപ്പം തന്നെ വെള്ളത്തിന് നല്ല കളർ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പോൾ കഴുകി വരിയെടുത്തു. അതിനുശേഷം നമുക്ക് ആ കറ്റാർവാഴയും കൂടി ഇതിലേക്ക് മുറിച്ചിടാം. കറ്റാർവാഴ തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതുകൂടി എടുത്തത്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഞാൻ ഒരു അല്പം വെള്ളം കൂടി എടുത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. ആദ്യമേ ഞാൻ കരുതി ആ കറ്റാർവാഴ വെച്ച് നമുക്ക് അത് വെള്ളമാണല്ലോ, അപ്പം അത് വെച്ച് അരച്ചെടുക്കാമെന്ന് കരുതി. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി തന്നെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എണ്ണ കാച്ചുമ്പോഴും കയ്യോന്നിയുടെ ഈ ഒരു കളറിലേക്ക് എണ്ണയുടെ കളർ മാറാറുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് തലയിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് കയ്യോന്നി കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എടുത്തത്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിത് സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും ഉള്ളതാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഭൃംഗരാജ ഉണ്ടല്ലോ, നമ്മുടെ കയ്യോന്നി, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഔഷധമാണ് കേട്ടോ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടു കാണും അരച്ചെടുത്തേക്കുന്നതൊക്കെ.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, കല്ലിൽ അരയ്ക്കുന്നതും മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഏത് ഹെയർ ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ വെച്ച് തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഹെയർ പാക്കുകളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് ആദ്യം ഹെയർ ഓയിൽ തലയിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാനിത് നല്ലതായിട്ട് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഔഷധക്കൂട്ടെന്ന് തന്നെ പറയാം, ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല, ഇത് അരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയ്ക്ക് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ചെറിയൊരു കറയാവും കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് പൊക്കോളും. ഇതിനെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കറ്റാർവാഴയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് കറ്റാർവാഴ യൂസ് ചെയ്യാം. ആദ്യം സ്കാൽപ്പിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഹെയറിലും കൂടി തേച്ച് കൊടുക്കാതെ നമ്മുടെ തലയിലും തലമുടിയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡായിട്ടൊരു ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാം. ഞാൻ താളി ഉപയോഗിച്ചാണ് കേട്ടോ ഇത് വാഷ് ചെയ്ത് കളയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ തലയൊന്ന് നന്നായിട്ട് മുകളിലേക്ക് വെച്ചൊന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും നമ്മുടെ കൂടെ കൂടിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മുടെ ഹെയർ നന്നായിട്ട് നല്ല കരുത്തോടെ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹെയർ പാക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നെക്സ്റ്റ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.